കേംബ്രിഡ്ജിന് പഠിച്ച് പുറത്തു വന്നതിന് ശേഷവും ഒരിക്കലും നിരീശ്വരവാദ ചിന്തകളെ പരിപോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിന് യാതൊരു കാരണവശാലും ചാൾസ് ഡാർവിൻ വിധേയനാവുന്നില്ല. 1831 അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ ക്രൈസ്തവ പുരോഹിതനാകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പോടു കൂടി കേംബ്രിഡ്ജിലെ ബിരുദ പഠനം കഴിഞ്ഞു പുറത്തിറങ്ങി. ശിഷ്ടമുള്ള ജീവിതം, ദൈവത്തെയും ദൈവത്തിൻ്റെ മതത്തെയും ദൈവവിശ്വാസികളായ ജനങ്ങളെയും സേവിക്കുക എന്നായിരുന്നു കേംബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്ന താല്പര്യം. ചാൾസ് ഡാർവിനെ പഠിക്കാതെ ഒരിക്കലും നമ്മൾ തിയറി ഓഫ് എവല്യൂഷന് പഠിക്കാൻ കഴിയൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂട്ടത്തിൽ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യനും ദൈവത്തെ നിഷേധിക്കാനുള്ള ഒരു യുക്തി ഒരാളുടെ കയ്യിലും ഇല്ല എന്നത് പരമമായ ഒരു സത്യമാണ്. ദൈവം ഇല്ല എന്ന് പറയാനുള്ള ഒരു യുക്തി ഒരാളുടെ കയ്യിലും ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ യുക്തിക്ക് കണ്ടെത്താവുന്നതോ ഒഴിവാക്കുന്നതോ ഒക്കാവുന്നതോ ആളല്ല ദൈവം. തിരിച്ചു ഞാൻ പറയാണ്, ദൈവം ഉണ്ട് എന്ന് പറയാൻ ആത്യന്തികമായ ഒരു യുക്തിയും മനുഷ്യന്റെ കയ്യിലില്ല. കാരണം യുക്തിക്ക് വിധേയപ്പെടുന്ന ഒരാളല്ല ദൈവം. ഉദാഹരണം പറയാം, ഈ സാധനം ഇതിവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാം, ഇതില്ല എന്ന ആളെ നമുക്ക് ശക്തമായി നിഷേധിക്കാം. എന്തുകൊണ്ട്? ഇത് യുക്തി കൊടുങ്ങും. ഇത് ഇത്ര ലെങ്ത്തുള്ള, ഇത്ര വെടുത്തുള്ള, ഇത്ര ഡെപ്തുള്ള ഒരു സാധനമാണ് എന്ന് നമുക്ക് കൃത്യമാക്കാൻ കഴിയും. ഇതിനെപ്പറ്റി ഒക്കെ പറയും. ദൈവം, അതായത് ഇതിന് അളവുണ്ട്, ഇതിനൊരു തൂക്കുണ്ട്, ഇതിന് ലെങ്ത് ഉണ്ട്, ഇതിന് വെടുത്ത് ഉണ്ട്, ഒക്കെ ഉണ്ട്, ഇതിന് ഡെപ്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. അതേസമയത്ത് ദൈവത്തിന് നീളത്തിലെ, ദൈവത്തിന്റെ നീളം, വീതി, പിന്നെ ആഴം, ഇതൊളക്കാൻ കഴിയുന്ന ഒരു സാധനമല്ലല്ലോ ദൈവം. അതുകൊണ്ട് യുക്തിക്ക് ദൈവം ഒരിക്കലും ഒതുങ്ങൂല. യുക്തി കൊണ്ട് ദൈവത്തെ സ്ഥാപിക്കാനും കഴിയില്ല, യുക്തി കൊണ്ട് ദൈവത്തെ നിരാകരിക്കാനും കഴിയില്ല. യുക്തിയൊക്കെ പറയാം, ദൈവം ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ല യുക്തി കൊണ്ട് ദൈവം ഉണ്ട് എന്ന് പറയാം. ചിലപ്പോൾ ദൈവം ഉണ്ട് എന്ന് പറയുന്നവന്റെ യുക്തിയേക്കാൾ കരുത്തിട്ട ഒരു നാവിട്ടലക്കാൻ കഴിയുന്ന ഒരുത്തന്, അല്ലെങ്കിൽ ചിന്താപരമായി അതിനേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരുത്തന് നാവിന്റെ ശക്തി കൊണ്ട് വേണമെങ്കിൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞേക്കാം പുതിയൊരു യുക്തിയിൽ. പക്ഷെ അടിസ്ഥാനപരമായി ദൈവം എന്ന സംഗതി ഒരു യുക്തിയിൽ ഒതുങ്ങുന്ന സാധനമേ അല്ല. ദൈവശാസ്ത്രം അങ്ങനെയല്ലേതല്ല. അതൊന്നും യുക്തി, കേവലം യുക്തി കൊണ്ട് പറഞ്ഞപ്പോൾ ലോകത്തെ ആദം അലൈഹിസ്സലാം, ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമാണല്ലോ ആദം യുക്തി കണ്ടാണോ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ്? അല്ല, ദൈവത്തെ കണ്ടു പറഞ്ഞു. ദൈവമുണ്ട് അനുഭവിച്ച് പറഞ്ഞതാണ്. ഈ കാണുക എന്ന എൻ്റെ ഈ വാക്കിനെ കുറിച്ച് ഞാൻ ഇവിടെ പിന്നീട് വിശദീകരിക്കാം. എന്തായാലും അനുഭവിച്ചു പറഞ്ഞതാണ്. ദൈവത്തെ അനുഭവിച്ചാണ് ആദം ദൈവം ഉണ്ട് പറഞ്ഞത്. അവസാനത്തെ ആളും അങ്ങനെ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ദൈവത്തിന് യുക്തി ഉണ്ടാവെന്ന് പറഞ്ഞല്ല, അത് അനുഭവിച്ചു പറഞ്ഞാണ്. ദൈവത്തെ മനസ്സിലാക്കൽ അനുഭവം കൊണ്ടാണ്. ഇനി ദൈവത്തെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്ക് ദൈവം ഇല്ല എന്ന അനുഭവമല്ല, പകരം എന്താണ് അവരെ അനുഭവം? ഏതെങ്കിലും ദൈവ ശാസ്ത്രം പറഞ്ഞു നടക്കുന്ന പുരോഹിതനെ കുറിച്ചുള്ള മോശമായ അനുഭവം. അപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വന്ന പല ആളുകളും, പണ്ട് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ മുസ്ലിം അല്ല, എക്സ് ഹിന്ദുസ്, എക്സ് ക്രിസ്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ പുതിയതായി രംഗത്ത് വരുന്ന നിരീശ്വരവാദികൾ. ആ നിരീശ്വരവാദികൾ ദൈവം ഇല്ല, നിരീശ്വരവാദമാണ് സത്യം എന്ന് പറയുന്നതിന് അവരെന്താ പറയുന്ന ന്യായം? അവർ പറഞ്ഞ ന്യായം, മദ്രസ പഠിച്ചിരുന്ന കാലത്ത് ഉസ്താദിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവം കൊണ്ട് ദൈവമില്ല. അതെന്തോർത്താണ്? മദ്രസ പഠിച്ചിരുന്ന കാലത്ത് ഉസ്താദിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവം കാരണം ഒരാൾ പറയാണ് ദൈവമില്ല. പിന്നെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് വലിയ അണ്ണാക്കിൽ നിന്ന് വലിയ ശബ്ദം ഉണ്ടാക്കി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് ചില മോശപ്പെട്ട തിക്താനുഭവങ്ങൾ, അവരുടെ രീതിയിലോ പെരുമാറ്റത്തിലോ ഉണ്ടായിരുന്ന തിക്താനുഭവങ്ങൾ, മോശപ്പെട്ട രീതികൾ, അത് കാരണം ചില ആളുകൾ പറയാം ദൈവമില്ല. അപ്പൊ ദൈവം ഇല്ല എന്ന് പറയാൻ അവരുടെ ന്യായം എന്താണ്? ന്യായം ആ മുസ്ലിം ചെയ്ത മോശം, ആ പുരോഹിതൻ ചെയ്ത ദോഷം, ആ എന്താ പറയാ പൂജാരി ചെയ്ത ദോഷം, യത്തീംഖാനയിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവം, കോളേജിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവം, സെമിനാരിയിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവം, അല്ലെ? അങ്ങനെ തന്നെയാ. അതുകൊണ്ട് പറയാണ് എന്ത് ദൈവമില്ല. അല്ലാതെ ദൈവമില്ല എന്ന് പറയാൻ അവന്റെ കയ്യിൽ എന്ത് ന്യായമുള്ളത്?
ദൈവം ഉണ്ട് എന്നതും ന്യായത്തിൽ ഒതുങ്ങൂല, ദൈവം ഇല്ല എന്നതും ന്യായത്തിൽ ഒതുങ്ങൂല. അത് രണ്ടും ന്യായത്തിൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണ്. ഇത് ന്യായത്തിനും യുക്തിക്കും അപ്പുറമുള്ള വസ്തുതയാണ്. അത് വളരെ കൃത്യമായൊരു വസ്തുതയാണ്, അനുഭവമാണ്. അത് അനുഭവിക്കാൻ വേണം. മനുഷ്യൻ അനുഭവിച്ച മനുഷ്യന്മാരാണ് പ്രവാചകന്മാർ. അപ്പൊ ദൈവദൂതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുഭവിച്ചവരാണ്. അപ്പൊ അവർക്കത് ഉറപ്പാണ് ദൈവമുണ്ട്. ഇതിവിടെ പറയാനുള്ള കാരണം എന്താ? ദൈവം ഉണ്ട് എന്നതിന് തെളിവ് തേടി ഇറങ്ങിയ ആളാണ് ചാൾസ് ഡാർവിൻ. അയാൾ ആംഗ്ലിക്കൻ പുരോഹിതനാണ്, ക്രൈസ്തവ പുരോഹിതനാണ്. എന്താ സംഭവിച്ചത്? ഇന്നത്തെ നിരീശ്വരവാദികൾക്ക് സംഭവിച്ചതുപോലെയുള്ള ചില തിക്താനുഭവങ്ങൾ ഡാർവിന് സംഭവിച്ചു. അതെന്താണ് പിന്നീട് പറയാം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണല്ലോ, സ്വാഭാവികമായും അയാൾ പറയേണ്ടി വന്നു. അതൊരു തരം യുക്തിയാണ്. നമ്മൾ ചില കാര്യത്തെ സങ്കല്പിക്കും, ചില സ്വപ്നങ്ങൾ കാണും, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന നടക്കൂല. അപ്പൊ നമ്മൾ തീരുമാനിക്കും എന്ത്? ദൈവം ഉണ്ടെങ്കിൽ എന്റെ കാര്യം നടത്തി തരണ്ടേ, ദൈവം ഉണ്ടെങ്കിൽ എന്റെ കാര്യം. അപ്പൊ ദൈവമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ചാൾസ് ഡാർവിനെ പഠിക്കാതെ ഒരാൾ തിയറി ഓഫ് എവല്യൂഷനെയോ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തെയോ പഠിക്കുമ്പോൾ 100% അയാൾക്ക് തെറ്റ് സംഭവിക്കും എന്നതാണ്. നമ്മുടെ ഈ പുസ്തകത്തിന്റെ വളരെ ഗൗരവമായ പ്രത്യേകത എന്തെന്നാൽ, ഇത് സയന്റിഫിക്കലി ഡാർവിനിസത്തിന് പറ്റിയ ധാരാളം അബദ്ധങ്ങളെ ഇനി ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത വിധത്തിൽ നിലവിലുള്ള ശാസ്ത്ര സംവിധാനങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഡാർവിനിസം കൊണ്ടുവന്ന ഉട്ടോപ്യൻ ന്യായങ്ങളെ ഇതിൽ കൃത്യമായി നിരാകരിക്കുകയും അതിനെ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ നാമാവശേഷമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ആ പുസ്തകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. രണ്ടാം ഭാഗം, എന്തുകൊണ്ട് ചാൾസ് ഡാർവിൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി എന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ ഈ ഗൗരവമായി ഈ പുസ്തകം പഠന വിധേയമാക്കി എന്നതാണ്. ഇതിന് സമാനമായ ഒരു പഠന വിധേയമാക്കൽ നടന്നിട്ടുമില്ല. 1859 ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ പുറത്തു വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇപ്രകാരം, അതായത് ഡാർവിന്റെ പ്രാർത്ഥന എന്ന ഈ പുസ്തകം കൊണ്ടുവന്നത് പോലെയുള്ള ഒരു പഠനം ലോകത്തൊരു ഭാഷയിലും ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായി എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ലോകത്തൊരു ഭാഷയിലും ഇതിന് സമാനമായ ഒരു പുസ്തകമില്ല. അങ്ങനെ പുസ്തകം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പുസ്തകത്തെ പരിഭാഷപ്പെടുത്താനേ ശ്രമിക്കുള്ളൂ. ഞാനായൊരു പുസ്തകം എഴുതൂല. എന്തുകൊണ്ട്? കുറെ പുസ്തകങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇതിന് സമാനമായ ഒരു പുസ്തകം ലോകത്തെ ഒരു ഭാഷയിലും, ഇംഗ്ലീഷിലില്ല, ഒന്നിലുമില്ല. ഇതിന് സമാനമായ ഈ പുസ്തകം കൊണ്ടുവരുന്ന ആശയത്തെ സംസ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് ഒരു ഭാഷയിലും ഇറങ്ങിയിട്ടില്ല എന്നത് വളരെ കൃത്യമായ ഒരു സത്യം. അതിന് അതേസമയത്ത് ഡാർവിനിസത്തെ നിരാകരിക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. സയന്റിഫിക്കലി ഡാർവിനിസത്തെ നിരാകരിക്കുന്ന പുസ്തകങ്ങളെ ലോകത്ത് ധാരാളം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊരു അത്ഭുതകരമായ കാര്യമല്ല. അതേത് കാര്യത്തെയും സയന്റിഫിക്കലി സ്ഥിരീകരിക്കുന്നതോ നിരാകരിക്കുന്നതോ ആയ സംവിധാനങ്ങൾ, രീതികളൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത്, ഈ പുസ്തകത്തിൽ സംഭവിക്കുന്ന അതല്ല. ചാൾസ് ഡാർവിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അയാൾ അവസാന സമയത്ത് അയാൾ മരിക്കുന്നതിന്റെ സന്ദർഭത്തിൽ വരെ അയാളുടെ വീട്ടിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ അയാളെ ഭാര്യയ്ക്ക് നേരം എടുത്താൽ പള്ളിയിൽ പോകണം. അപ്പൊ എമ്മ ഡാർവിനാണ് അയാളുടെ ഭാര്യ. അപ്പൊ എമ്മ ഡാർവിന് കൃത്യമായി പള്ളിയിൽ പോകണം. അവര് വലിയ ദൈവവിശ്വാസിനിയാണ്. അപ്പൊ അതിനനുസരിച്ചാണ് വീട്ടിലെ സംവിധാനങ്ങൾ, രീതികളൊക്കെ. ഡാർവിന് സ്വന്തം ഭാര്യ, മക്കൾക്കും ഞായറാഴ്ച ആയാൽ പള്ളി പോകാത്ത മക്കൾ ഡാർവിനില്ല. അപ്പൊ ഡാർവിൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കൊടുക്കും. അവര് പള്ളി പോയി തിരിച്ചു വരുന്നവരെ. എന്നാ അവരോട് പള്ളി പോകുന്ന ഡാർവിൻ പറയോ? അതും ഇല്ല. എന്തിന്? ഡാർവിൻ മരിച്ചിട്ട് ഡാർവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി കുർബാനയും പ്രാർത്ഥനകളും ആംഗ്ലിക്കൻ ക്രൈസ്തവ രീതി അനുസരിച്ച് സ്വന്തം ബംഗ്ലാവിൽ ഇവർ നടത്തിയിട്ടുണ്ട്. അതിന് 100 കണക്കിന് തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ പുറത്തിറക്കിയ തെളിവുകൾ. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് ഈ മനുഷ്യനെ എത്തിച്ചു എന്ന് പഠിക്കേണ്ടി വന്നു. അതിൽ വലിയ ഗൗരവമായ പഠനം നടത്തി.
അങ്ങനെ പഠനം നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് എന്തെന്നാൽ ഈ വിഷയത്തിൽ എന്താണ് ചാൾസ് ഡാർവിന് സംഭവിച്ചത്. ഇപ്പൊ ഈ 1.25 നൂറ്റാണ്ട് കാലം ലോകത്തെ നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ തുറുപ്പ് ഷീറ്റായി അവർ കൊണ്ടുവന്ന തിയറി ഓഫ് എവല്യൂഷൻ, അതിന്റെ ഉപജ്ഞാതാവെന്ന് പറയാം, ആധുനിക ഉപജ്ഞാതാവെന്ന് പറയാവുന്ന ചാൾസ് ഡാർവിൻ AD 1809 ജനിക്കുകയും AD 1892 മരിക്കുകയും ചെയ്യുന്ന ചാൾസ് ഡാർവിന്റെ ഓർമ്മയെന്ന് പറയാം. ചാൾസ് ഡാർവിൻ എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ പഠിച്ചപ്പോൾ അയാളുടെ വിശ്വാസങ്ങൾ, രീതികൾ, അയാളുടെ കുടുംബത്തിന്റെ രീതികൾ, ഇതൊക്കെ ക്രിസ്തീയ പുരോഹിതന്മാര് എന്താ പറയാ പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന പുരോഹിതന്മാർക്ക് വേണ്ടി സ്വന്തം കെട്ടിടം ഈ പുസ്തകം എഴുതിയിട്ട് ചാൾസ് ഡാർവിൻ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സദസ്സുകൾ, കുർബാന സദസ്സുകൾ എല്ലാം ഡാർവിന്റെ കെട്ടിടത്തിൽ സൗകര്യപ്രകാരമായി ചെയ്യാനുള്ള സംവിധാനം ഡാർവിൻ ഒരുക്കി കൊടുക്കുന്നുണ്ട് സ്വന്തം കെട്ടിടത്തിൽ. എന്തിന് വീടാന്തരം സുവിശേഷം പറഞ്ഞ് നടക്കുന്ന ഫാദർമാരെയും കൂടെയുള്ളവരെയും വിളിച്ച് പാരിതോഷികം കൊടുക്കുന്നുണ്ട് മരിക്കലിന്റെ തൊട്ടു മുമ്പ് ചാൾസ് ഡാർവിൻ. ഈ മനുഷ്യന്റെ തിയറി ഓഫ് എവല്യൂഷനെയാണ് ഈ 1.25 നൂറ്റാണ്ട് കാലം ഈ എന്താ പറയാ നിരീശ്വരവാദികൾ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ പിന്നെ ഈ മനുഷ്യന്റെ പറയാൻ കാരണം എന്താ? കാരണം തിക്താനുഭവം, ചിന്തയിൽ വന്ന പിഴവ്. നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന പോലെ നടക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈർഷ്യത, ആ ഈർഷ്യത സ്വാഭാവികമായും ദൈവത്തോട് വരിക. അത് ചിന്താപരമായ ഒരു അപര്യാപ്തതയാണ്, ചിന്തക്ക് സംഭവിച്ചൊരു വൈകല്യമാണ്. അത് തിരുത്തി കൊടുക്കാൻ പറ്റിയ ഒരാൾ അക്കാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഏഷ്യയിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത് എങ്കിൽ ഡാർവിൻ എന്ന ഒരു മനുഷ്യൻ യാതൊരു കാരണവശാലും തിയറി ഓഫ് എവല്യൂഷൻ എന്ന തിയറിയിലോ അല്ലെങ്കിൽ ഒറിജിനൽ സ്പീഷീസ് എന്ന ഒരു ഗ്രന്ഥം എഴുതുന്ന വ്യക്തിയോ ആകുമായിരുന്നില്ല. എന്തുകൊണ്ട്? ഏഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉത്തരമുണ്ട്. അത് അന്നും ഇന്നും യൂറോപ്പിലില്ല. ഏഷ്യക്കാർ സമാധാനത്തിന് വേണ്ടി യൂറോപ്പ് തെണ്ടാൻ പോകുന്ന പരിപാടിയില്ല. യൂറോപ്പിലാണ് എല്ലാ കാലത്തും സമാധാനത്തിന് വേണ്ടി ഏഷ്യയിലേക്ക് വരാറ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ആത്മാവിന്, ശരീരത്തെ ഇക്കിളിപ്പെടുത്തുന്ന സംവിധാനങ്ങളൊക്കെ യൂറോപ്പിലുണ്ട്. ആത്മാവിന് സമാധാനം കൊടുക്കാവുന്ന ഒരു സാധനം യൂറോപ്പിലില്ല, ഒന്നുമില്ല. അപ്പോൾ അവര് എന്താണ് കാരണം? അത് അവരുടെ ഒരു ദുർബലതയാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ചാൾസ് ഡാർവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന നേരത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാളുടെ ജീവിതത്തിൽ അയാൾ വീണ്ടും ഗവേഷണത്തിന് 1831 അദ്ദേഹം 1831 അദ്ദേഹം എന്താ പറയാ കേംബ്രിഡ്ജിലെ അദ്ദേഹത്തിന്റെ ശാസ്ത്ര പഠനം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് 1831 അദ്ദേഹത്തിന്റെ ഡിഗ്രി പരീക്ഷ. ആ പരീക്ഷ കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് യൂറോപ്പിൽ ഒരു ഗൗരവകാര്യം നടക്കുന്ന സന്ദർഭമായിരുന്നു. ഇംഗ്ലണ്ട് ഭരണകൂടത്തിന്റെ തന്നെ സാമ്പത്തിക സഹായത്തോടുകൂടെ ലോകത്തെ ചില പ്രധാനപ്പെട്ട ഏരിയകളിൽ പോയി അവിടുത്തെ എന്താ പറയുക ഫോസിലുകൾ, പഴയകാല ജീവികളുടെയും സസ്യങ്ങളുടെയും ഒക്കെ വൃക്ഷങ്ങളുടെയും ഒക്കെ ഫോസിലുകൾ ശേഖരിക്കുക, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയകളുടെ മാപ്പുകൾ സംവിധാനിക്കുക എന്നതിന് വേണ്ടി ഒരു 5 വർഷക്കാലത്തെ ഒരു HMS ബീഗിൾ എന്ന ഒരു കപ്പൽ ബ്രിട്ടീഷ് സർക്കാർ പുറത്തിറക്കിയ ഒരു സന്ദർഭമായിരുന്നു അത്. അതായത് സർക്കാർ തന്നെ, സർക്കാരും അതേപോലെ തന്നെ പ്രൈവറ്റ് ചില ഏജൻസികൾ, ചില കലാലയങ്ങൾ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവരെല്ലാം കൂടിയിട്ട് വലിയൊരു പൈസ കൊടുത്തിട്ട് HMS ബീഗിൾ എന്ന കപ്പലിനെ അവർ തയ്യാറാക്കി. എന്തിനു വേണ്ടി? ആരുടെ നേതൃത്വത്തിൽ എന്നാൽ ബ്രിട്ടീഷ് നേവൽ ഓഫീസറായിരുന്ന റോബർട്ട് ഫിറ്റ്സ്. അദ്ദേഹം 1865 റോബർട്ട് ഫിറ്റ്സിന്റെ മരണം. 1805 ജനിച്ച് 1865 റോബർട്ട് ഫിറ്റ്സ് റോയ് മരിക്കുന്നത്. അദ്ദേഹം ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട നേവൽ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അറ്റ്ലാന്റിക്കിലും അതേപോലെ തന്നെ സൗത്ത് അമേരിക്കയിലുമൊക്കെയുള്ള ചില ദ്വീപുകൾ, ആ ദ്വീപുകളിൽ കയറി ആ ദ്വീപുകളുടെ മാപ്പ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ അവിടെയുള്ള നാമാവശേഷമായ
മരിച്ചുപോയ പഴയ കാലത്ത് മണ്ണടിഞ്ഞു പോയ ജീവികളുടെയോ അല്ലെങ്കിൽ സസ്യങ്ങളുടെ വൃക്ഷങ്ങളുടെയൊക്കെ ഫോസിലുകൾ ശേഖരിക്കുക. അതിനുവേണ്ടി 1831 ഒക്ടോബർ 2-ന് 1831 ഡിസംബർ 27, 1831 ഡിസംബർ 27-ന്, അതായത് ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം 1831 ഡിസംബർ 27-ന് വർഷങ്ങൾ നീണ്ട ഒരു ഗവേഷണ പഠനത്തിന് വേണ്ടി ഒരു കപ്പൽ തയ്യാറെടുക്കുക. അക്കാലത്തെ പ്രഗത്ഭരായ ശാസ്ത്രപടുക്കൽ, ചില കപ്പിത്താന്മാർ, കടൽ സാഹസത്തിന് കഴിയുന്ന ആളുകൾ, ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ അടക്കുന്ന ഒരു സംഘം ആളുകൾ വർഷങ്ങൾ നീണ്ട പഠനത്തിന് വേണ്ടി യൂറോപ്പ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് തയ്യാറാക്കി വിട്ടു. വലിയൊരു പായ്ക്കപ്പലാണ് ഈ കപ്പൽ. 1831 ഡിസംബർ 27-നാണ് ഈ കപ്പൽ ബ്രിട്ടനിൽ നിന്ന് പുറപ്പെടുന്നത്. ആ വർഷമാണ് ചാൾസ് ഡാർവിൻ ബിരുദ പഠനമൊക്കെ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ താല്പര്യം ഒരു ക്രൈസ്തവ പുരോഹിതനായി ഏതെങ്കിലും പള്ളിയിൽ ജോലി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹം വലിയ സുവോളജിയിലും ബോട്ടണിയിലൊക്കെ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാലയളവിൽ തന്നെ സുവോളജിയിലും ബോട്ടണിയിലൊക്കെ വലിയ പഠനം നടത്തിയിട്ടുണ്ട് ഡാർവിൻ. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ പഠനം നടത്തുന്നത് ഡാർവിൻ വലിയ ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുവോളജിയിലും ബോട്ടണിയിലൊക്കെ, ജന്തുശാസ്ത്രം, അതേപോലെ തന്നെ സസ്യശാസ്ത്രം, ഇതിലൊക്കെ പഠനം നടത്തുന്നത് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അത് ഉപകരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില പുരോഹിതന്മാരും, ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കേംബ്രിഡ്ജിലെ പ്രധാനപ്പെട്ട പ്രൊഫസറായിരുന്ന ജോൺസ് ഹാൻസ്ലോവും ഒക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു. ഹാൻസ്ലോ തന്നെയാണ് ഈ കപ്പലിൽ പര്യവേഷത്തിന് കുടുംബജീവിതമൊക്കെ പിന്നെ മതി, ആദ്യം ഈ കപ്പലിൽ പോയി തൻ്റെ ഗവേഷണ പഠനത്തിന് ഒരു സുവർണ അവസരമാണ് ഡാർവിന് കൈവന്നിട്ടുള്ളത്. അതുകൊണ്ട് തൻ്റെ 21-ാമത്തെ വയസ്സിൽ 1809 ഡാർവിൻ്റെ ജനനം. 31 അഥവാ 22-ാമത്തെ വയസ്സിൽ, തൻ്റെ 22 ബിരുദ പഠനം കഴിഞ്ഞിറങ്ങി തൻ്റെ 22-ാമത്തെ വയസ്സിൽ ഈ ഗവേഷണത്തിന് പോകുന്ന കപ്പലിൽ നിങ്ങളും യാത്ര ചെയ്യണം എന്ന് തൻ്റെ പ്രധാനപ്പെട്ട പ്രൊഫസറായ ജോൺ സ്റ്റീവൻസ് ഹാൻസ്ലോ ഡാർവിനെ ഉപദേശിച്ചു. സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിക്കൊടുത്തു. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പോകുന്ന കീഴിൽ പോകുന്ന ഒരു കപ്പലാണ്. സർക്കാരാണ് സാമ്പത്തിക സഹായം ചെയ്യുന്നത്, മറ്റു വല്ല പ്രൈവറ്റ് പാർട്ടികളും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ മുഴുവനും ഗൈഡ് ചെയ്യുന്നത് അക്കാലത്ത് ബ്രിട്ടീഷ് സർക്കാരായിരുന്നു. വലിയ അറ്റ്ലാന്റിക്കിലും സൗത്ത് അമേരിക്കയിലൊക്കെ വലിയ പഠനം ഈ കപ്പലിലെ യാത്രികർ പിൽക്കാലത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പോകണമെന്ന് ചാൾസ് ഡാർവിനെ ഉപദേശിച്ചു. അതേപോലെ തന്നെ ചാൾസ് ഡാർവിന്റെ അമ്മാവനായിരുന്നു ജോഷിയ വെഡ്ജ്വുഡ്. അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റ് MP ആണ്. അമ്മാവൻ ജോഷിയ വെഡ്ജ്വുഡ്, അദ്ദേഹവും ഇതിൽ താല്പര്യമെടുത്തു. കാരണം ഗവേഷണ തൽപരനായ തൻ്റെ മരണപ്പെട്ടുപോയ പെങ്ങളുടെ മകനാണ്, ജോഷിയ വെഡ്ജ്വുഡിന്റെ പെങ്ങളുടെ മകനാണ് ചാൾസ് ഡാർവിൻ. ജോഷിയ വെഡ്ജ്വുഡ് അന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് MP ആണ്. അദ്ദേഹവും ഉപദേശിച്ചു, മോന കപ്പലിൽ പോയി പര്യവേഷണത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞു. കാരണം ഗവേഷണ തൽപരനാണ് ഡാർവിൻ. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയും ദൈവശാസ്ത്ര ചിന്തകൾ കൂടുതൽ തനിക്ക് ലഭ്യമാക്കാൻ വേണ്ടിയും ആംഗ്ലിക്കൻ ക്രൈസ്തവ ചർച്ചിനെ കൂടുതൽ കരുത്തുറ്റ ദൈവശാസ്ത്രത്തിന് ബുദ്ധിപരമായ ന്യായങ്ങളും തെളിവുകളും കണ്ടെത്തി ആംഗ്ലിക്കൻ ക്രൈസ്തവ ചർച്ചിന് കൂടുതൽ കരുത്തു പകരാനും വേണ്ടിയാണ് 1831 ഡിസംബർ 27-ന് ബ്രിട്ടനിൽ നിന്ന് പുറപ്പെടുന്ന ഈ കപ്പലിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയായും ഗവേഷകനായും ചാൾസ് ഡാർവിൻ അങ്ങ് മാറുന്നത്. പിന്നെ ഈ കപ്പൽ തിരിച്ചു വരുന്നത് 1836 ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ കപ്പൽ തിരിച്ചു വരുന്നത്. അതായത് 5 കൊല്ലം, നിറഞ്ഞ 5 കൊല്ലം കടലില്ല. ചാൾസ് ഡാർവിൻ 5 വർഷം കടലില്ല 5 വർഷം. 1831 ഡിസംബർ 27-ന് പുറപ്പെട്ട കപ്പലിൽ പര്യവേക്ഷകനായി കൂടിയിട്ട് തിരിച്ചു വരുന്നത് 1836 ഒക്ടോബർ 2-ാം തീയതിയാണ് ഡാർവിൻ തിരിച്ചു വരുന്നത്. അതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കപ്പലിൽ പോയ പല പര്യവേക്ഷകരും ഇടക്കാലത്ത് മടങ്ങിയിട്ടുണ്ട്. വയ്യ, കാരണം കടലിലൊന്നും 5 വർഷം അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം കടലെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതം.
ഇന്നത്തെ പോലത്തെ ശീതീകരിച്ച മുറിയുള്ള എന്താ പറയുക കപ്പലുകളോ സംവിധാനങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഒന്നും അതുണ്ടെങ്കിൽ പോലും കഴിയില്ല. ഇന്നിപ്പോൾ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെ കപ്പലുണ്ട്. പക്ഷെ ആ കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ 6 മാസം കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. 6 മാസത്തെ കൂടുതൽ 3 മാസം കഴിഞ്ഞാൽ കപ്പലിൽ നിന്ന് പുറത്ത് വന്നിരുന്ന ആളുകളെ എനിക്കറിയാം. 6 മാസത്തേക്കാൾ കൂടുതൽ ഒരിക്കലും ഒരു കപ്പലിൽ ഒരു ജോലിക്കാർ വരെ നിർത്തൂല. കാരണം കടലിൽ അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഭയങ്കര പ്രയാസം. ഇത് 5 വർഷത്തെ നീണ്ട പഠനം അങ്ങോട്ട് നടത്തി. അക്കാലത്ത് പലരും തിരിച്ചു വന്നു ഈ കപ്പലിന്. പക്ഷെ ഡാർവിൻ പോന്നില്ല. അതുകൊണ്ടുണ്ടായൊരു നേട്ടം എന്തെന്നാൽ ഡാർവിൻ താൻ ഓരോ ദ്വീപുകളെയും മാപ്പ് ഉണ്ടാക്കുക, അവിടുത്തെ ഫോസിലുകൾ ശേഖരിക്കുക, മരണപ്പെട്ടു പോയ ജീവികൾ, അപൂർവ ജീവികൾ, ജന്തുക്കൾ, അതിൽ അവരുടെ ജീവികൾ, അവരുടെ കൊക്കുകൾ, അവരുടെ തലയോട്ടികൾ, അവരുടെ ഫോസിലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ പിൽക്കാലത്ത് വന്ന എല്ലാ കാര്യത്തിലും ഗൗരവമായ പഠനം നടത്തുകയും ആ പഠന റിപ്പോർട്ടുകൾ അപ്പോൾ യൂറോപ്പിലേക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ആ ഇംഗ്ലണ്ടിലെ അക്കാലത്തുള്ള പത്രങ്ങളെല്ലാം ചാൾസ് ഡാർവിൻ്റെ ഈ ഗവേഷണ റിപ്പോർട്ടുകൾ ഡാർവിൻ കപ്പലിലായിരിക്കുന്ന കാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുകൊണ്ടുണ്ടായ നേട്ടം എന്തെന്നാൽ 1836 ഒക്ടോബർ 2-ാം തീയതി തിരിച്ച് ബ്രിട്ടനിൽ കപ്പലിറങ്ങുന്ന സമയത്ത് ബ്രിട്ടനിലെ ഒരു സെലിബ്രിറ്റിയാണ് സത്യത്തിൽ ചാൾസ് ഡാർവിൻ. കാരണം ഡാർവിൻ എന്ന ഗവേഷകനെ അറിയാത്ത ഒരാൾ അക്കാലത്ത് ബ്രിട്ടനിൽ, ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളും അന്ന് ബ്രിട്ടനിലില്ല. പലരും മടങ്ങി, ഡാർവിൻ മടങ്ങിയില്ല. പലരും മടങ്ങി, ഡാർവിൻ മടങ്ങിയില്ല. അദ്ദേഹം സൗത്ത് അമേരിക്കയിലെയും അറ്റ്ലാന്റിക്കിലെയും ഒക്കെയുള്ള പല ദ്വീപുകളുടെയും മാപ്പുകൾ വരച്ചു. ആ മാപ്പുകളൊക്കെ കൃത്യമായി യൂറോപ്യൻ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതേപോലെ തന്നെ കണ്ടെത്തിയ ഫോസിലുകളെ റിപ്പോർട്ടുകൾ എഴുതി. ജീവികൾക്ക് വന്ന വ്യത്യാസങ്ങൾ, ആ ജീവികളുടെ പഴയ രീതികൾ, ഇതിലൊക്കെ അപൂർവം ജീവികൾ, ജന്തുക്കൾ, അതിനെക്കുറിച്ചൊക്കെ തനിക്ക് ലഭ്യമായ അളവിൽ തൻ്റെ പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും വെച്ച് അതിൽ അദ്ദേഹം വലിയ പഠനം നടത്തി 5 വർഷക്കാലം ആ റിപ്പോർട്ടുകളെല്ലാം മാഗസിനുകളും വലിയ ജേണലുകളും വലിയ പത്രങ്ങളുമൊക്കെ ബ്രിട്ടനിൽ പ്രസിദ്ധീകരിക്കുകയും ചാൾസ് ഡാർവിൻ ബ്രിട്ടനിൽ ഏതൊരു ഗവേഷണ വിദ്യാർത്ഥിയും ഏതൊരു രാഷ്ട്രീയ സാമൂഹിക ശാസ്ത്ര രംഗത്ത് അറിയപ്പെട്ട ഏതൊരാൾക്കും അറിയുന്ന ഒരു പേരായി ചാൾസ് ഡാർവിൻ്റെ നാമം ഉയർത്തപ്പെടുകയും ചെയ്തു. 1836 ഒക്ടോബർ 2-ാം തീയതി ചാൾസ് ഡാർവിൻ തിരിച്ചു വരുന്ന സമയത്ത് ഡാർവിന് വേണ്ടി മത്സരമാണ് നടന്നത്. അതായത് എല്ലാവർക്കും ഡാർവിനെ കിട്ടും. ദ HMS ബീഗിളിൻ്റെ ഒരു ചിത്രം ഈ പുസ്തകത്തിന്, നമ്മുടെ ഡാർവിൻ്റെ പ്രാർത്ഥന എന്ന പുസ്തകത്തിൻ്റെ 153-ാമത്തെ പേജിൽ HMS ബീഗിൾ എന്ന കപ്പലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ പുസ്തകം വായിക്കണം, നിർബന്ധമായും പുസ്തകം വായിക്കണം എന്ന് ഞാൻ അവർ ഉപദേശിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചെന്നാൽ അക്കാലത്ത് ബ്രിട്ടനിലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ഡാർവിനെ പ്രസംഗങ്ങൾക്ക് ക്ഷണിച്ചു. ആ കാലം എന്ന് പറഞ്ഞാൽ രാവും പകലും യൂണിവേഴ്സിറ്റികളെ പ്രസംഗങ്ങൾക്ക് വേണ്ടി ഓടുകയായിരുന്നു ചാൾസ് ഡാർവിൻ. 1836 ഒക്ടോബർ 2-ാം തീയതി തിരിച്ചെത്തിയ ഡാർവിന് പിന്നെ 1 വർഷം നീണ്ട പ്രസംഗത്തോട് പ്രസംഗം. അതായത് കോമൺ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, AD 16-17 നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിന് ഏറ്റവും താലോലിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി ബ്രിട്ടൻ വളരുന്ന ഒരു കാലമാണ്. അപ്പോൾ ബ്രിട്ടനെ കോമൺ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലോകത്ത് മുഴുവനും എത്തിക്കാനും ശാസ്ത്ര ഗവേഷണങ്ങളെക്കുറിച്ച് ലോകത്തെ തെര്യപ്പെടുത്താനും അക്കാലത്ത് വലിയ പണവും സൗകര്യവും അധ്വാനവും ബ്രിട്ടൻ ചെലവാക്കിയിട്ടുണ്ട്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടന്റെ കോളനൈസേഷന്റെ ഭാഗം കൂടിയാണ് അതാണ് ബ്രിട്ടൻ ഇതിലുള്ള താല്പര്യം. ഇതിനൊക്കെ ബ്രിട്ടൻ പണം ചെലവാക്കുന്നതിന് പിന്നിലും ബ്രിട്ടന്റെ വിപുലമായ കോളനൈസേഷനും കോമൺ എഡ്യൂക്കേഷൻ എത്രത്തോളം ത്വരിതപ്പെടുത്തുമോ അത്രത്തോളം ബ്രിട്ടന്റെ കോളനൈസേഷൻ കൃത്യമായും ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന യാഥാർത്ഥ്യവും ബ്രിട്ടൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടി ബ്രിട്ടൻ അന്ന് വലിയ പണം ചെലവാക്കി. പുറത്തു വന്നപ്പോൾ രാവും പകലും കഠിനാധ്വാനമായി. അതോടുകൂടെ എന്താ പറയുക, സുവോളജിക്കൽ ബോട്ടണിക്കൽ പ്രബന്ധങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കാനുള്ള സൗകര്യങ്ങളും അന്ന് ബ്രിട്ടീഷുകാർ ചാൾസ് ഡാർവിന് ചെയ്തു കൊടുത്തു. പ്രമുഖ പത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ തന്നെ സുവോളജിക്കൽ പ്രബന്ധങ്ങൾ പുസ്തകമാക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു.
അദ്ദേഹത്തിന്റെ പ്രൊഫസറാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ജോൺ സ്റ്റീവൻസ് ഹാൻസ്ലോ. അന്ന് ഇന്നത്തെ ഒരു 1.5 കോടി രൂപയാണ്, ഇന്നത്തെ ഒരു 1.5 കോടി രൂപയെങ്കിലും, ഇന്നത്തെ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു 1.5 കോടി രൂപയെങ്കിലും തന്റെ സുവോളജിക്കൽ പ്രബന്ധങ്ങൾ പുസ്തകമാക്കാൻ വേണ്ടി ചാൾസ് ഡാർവിന് ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് നൽകി. ഇന്നത്തെ ഒരു 1.5 കോടി പ്രബന്ധം പുസ്തകമാക്കാൻ. അതിന് പുറമെ ബ്രിട്ടീഷ് ജേർണലുകളിലും മറ്റും ഒക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വന്നു. ആ ലേഖനങ്ങൾക്കൊക്കെ വലിയ തുക കിട്ടി, പ്രബന്ധ പ്രസംഗങ്ങളിലൊക്കെ വലിയ പണം കിട്ടി. അക്കാലത്ത് റോബർട്ട് ഡാർവിൻ എന്ന പ്രഭുവിന്റെ മകനാണ് ചാൾസ് ഡാർവിൻ. കുടുംബ സ്വത്ത് എന്നതിന് പുറമെ താൻ ഈ 5 കൊല്ലം കൊണ്ട് നേടിയെടുത്തത് കൊണ്ട് വമ്പിച്ച പണം 1836 കാലഘട്ടത്തിൽ ഡാർവിൻ സ്വന്തമാക്കി. ഭയങ്കര പൈസ കിട്ടി. അതുകൊണ്ട് രാവും പകലും അദ്ദേഹം 2 കാരണം. ഒന്ന്, ഒരു ഗവേഷണ താല്പര്യനാണ്, ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വലിയ താല്പര്യമുള്ളതാണ് ഡാർവിൻ. സുവോളജി അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയമാണ്. എന്തുകൊണ്ട് സുവോളജിയിൽ പഠനം നടത്തുന്നത് ദൈവത്തെ കൂടുതൽ അറിയാൻ നല്ലതാണെന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫസർ ജോൺ ഹാൻസ്ലോ ഉപദേശിച്ചനുസരിച്ചാണ് അദ്ദേഹം ഈ ഗവേഷണത്തിൽ പോയതും. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. വലിയ പണവും കിട്ടി. അശ്രാന്ത പരിശ്രമവും വിശ്രമമില്ലാത്തതുമായിരുന്നു. 1836 ഒക്ടോബർ 2 മുതൽ 1837 അടക്കം ചാൾസ് ഡാർവിന് നടത്തിയത്. അതിനിടയിൽ സംഭവം ഉണ്ടായി. എന്താ സംഭവം? 1837 സെപ്റ്റംബർ 20 ചാൾസ് ഡാർവിന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു പുലർച്ചെ. ഇനിയാണ് കാര്യങ്ങൾ അട്ടിമറിയുന്നത്. ഒരു മനുഷ്യനെ പറ്റി പഠിക്കാതെ ആ മനുഷ്യന്റെ ചിന്തകൾ പഠിക്കാൻ പറ്റൂല. ഒരു മനുഷ്യനെ പറ്റി ആദ്യം പഠിക്കേണ്ടത് അദ്ദേഹത്തെയാണ്. ഇപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യനെ നമ്മൾ പഠിക്കുമ്പോൾ ആ മനുഷ്യന്റെ ആദ്യകാല ജീവിതം പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ജനത്തിന് ആ മനുഷ്യന്റെ സത്യസന്ധരായ ഒരാൾക്ക് ഈ മനുഷ്യനെ നിരാകരിക്കാൻ കഴിയാഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന്റെ ജീവിതത്തെ പഠിച്ച ഒരാളും ഈ ജീവിതത്തെ നിരാകരിച്ചിട്ടില്ല. തന്റെ കൂട്ടുകാരാണ് തന്നെ ആദ്യം സ്വീകരിച്ചത്. തന്റെ ഇഷ്ടപ്പെട്ട തോഴനായ കൂട്ടുകാരനാണ് സയ്യിദുനാ സിദ്ദീഖ്. ആ ആളാണ് ഹബീബ നബിയെ എന്തുകൊണ്ട് ആ മനുഷ്യനും മനസ്സിലാക്കിയാൽ അത് അത്രത്തോളം സത്യസന്ധനായിരുന്നു ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സംഭവിച്ചത് ചാൾസ് ഡാർവിനെ നമ്മൾ പഠിച്ചതേയില്ല. 1, 2 ചാൾസ് ഡാർവിനെ ഗൗരവമായി പഠിച്ചാൽ നിരീശ്വരവാദികൾക്ക് അടിപറ്റുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ആ വിഷയത്തിൽ പഠനം നടത്താൻ ഒരു സൗകര്യവും ആരും ചെയ്തതുമില്ല. അതിൽ ഗവേഷണവും നടന്നില്ല. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ചില വർക്കുകളൊക്കെ ചാൾസ് ഡാർവിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കിട്ടുന്ന ചില വർക്ക്. ആ വർക്കുകൾ തന്നെ അപൂർണമാണ്. അത് തന്നെ അപൂർണം. ഏതായാലും ഒരു വർഷത്തെ, അതായത് 5 കൊല്ലം കപ്പലിൽ, പിന്നെ അശ്രാന്ത പരിശ്രമം. 22ാമത്തെ വയസ്സിൽ പോയി 27ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു. പിന്നെ 27-28 വയസ്സുകളിൽ അദ്ദേഹത്തിനുള്ളത് വിശ്രമമില്ലാത്ത പ്രസംഗങ്ങൾ, പ്രബന്ധങ്ങൾ, എഴുത്ത്, പണം സമ്പാദിക്കൽ. 5 വർഷം എവിടെയുള്ളത്? കടലിൽ. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി മനുഷ്യൻ വീക്കാവും. പിന്നെ പൊതുവേ ഡാർവിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡാർവിൻ അത്ര ബോഡി ഫിറ്റുള്ള ഒരാളല്ല, പണ്ടേ അല്ല. അദ്ദേഹത്തിന് രക്തം കണ്ടപ്പോൾ തല കറങ്ങി വീഴുന്നത് കൊണ്ടാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹത്തെ പിന്നെ എന്താ പറയുക തിയോളജിക്കൽ വിദ്യാർത്ഥിയാക്കി മാറ്റി. അതായത് ആദ്യം റോബർട്ട് ഡാർവിന് എന്ന അച്ഛൻ്റെ പേര് റോബർട്ട് ഡാർവിൻ എന്നാണ്. അപ്പോൾ ഈ റോബർട്ട് ഡാർവിൻ ചാൾസ് ഡാർവിനെ ആദ്യമായി പഠിക്കാനാക്കുന്നത് പ്രാഥമിക പഠനത്തിന് ശേഷം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസമാണ്. അത് റോബർട്ട് ഡാർവിൻ അക്കാലത്ത് ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്നെപ്പോലെ നല്ലൊരു ഡോക്ടറാകണം മകനെന്ന് ഏതൊരു ബാപ്പയും ആഗ്രഹിക്കുന്ന, അച്ഛനും ആഗ്രഹിക്കുന്ന പോലെ റോബർട്ട് ഡാർവിനും ആഗ്രഹിച്ചു, അച്ഛൻ ആഗ്രഹിച്ചു. അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ചേർത്തു. മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് സഹിക്കാൻ കഴിയില്ല, നല്ല മനക്കരുത്തുള്ള ഒരാൾക്കല്ല. എന്തുകൊണ്ട്? അക്കാലത്ത് ബ്രിട്ടനിൽ എന്താ പറയുക, ഈ ഓപ്പറേഷനൊക്കെ തുടങ്ങിയ കാലം. ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യനെ 2 കാലും കൈയും തൂണിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട് മനുഷ്യനെ കീറി മുറിക്കുക. അത് എന്തുകൊണ്ട്? അനസ്തേഷ്യയുടെ മരുന്ന് ആ കാലത്ത് കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മനുഷ്യൻ മരണവെപ്രാളത്തിൽ മരിക്കുന്നതും നേരിട്ട് കാണുമ്പോഴത്തിന് പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേർന്ന ഡാർവിൻ ബോധം കെട്ടി വീഴും. അങ്ങനെ അവസാനം ആ പഠനം ഉപേക്ഷിച്ചു.
അപ്പം എന്നാൽ പിന്നെ ഈ പള്ളിയിൽ അച്ഛനങ്ങനെ പോയിക്കോന്ന് പറഞ്ഞിട്ട് ഡാർവിനെ പിന്നെ റോബർട്ട് ഡാർവിൻ എന്ത് ചെയ്തു? കുടുംബത്തിലെ പലരും ഉപദേശിച്ചു. എന്തുകൊണ്ട്? അവരെല്ലാം ആംഗ്ലിക്കൻ പുരോഹിതന്മാരാണ് പല കുടുംബക്കാരും. അവരൊരു തരം ദൈവശാസ്ത്ര കുടുംബമാണത്. ദൈവത്വവുമായി ബന്ധപ്പെട്ട ഒരു ഭക്തിയും ദൈവിക വിദ്യാഭ്യാസവും ദൈവശാസ്ത്ര വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു കുടുംബമായിരുന്നു. ഒരു എന്താ പറയുക, ഒരു പള്ളിയിലച്ഛൻ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം ആരെ ഈ കുടുംബത്തെ. അമ്മ കുടുംബം അങ്ങനെ തന്നെയാണ്, അച്ഛൻ കുടുംബം പലരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി, തിയോളജി പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. തിയോളജി പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ സുവോളജി പഠിച്ചു. ഇതിനാ സുവോളജി പഠിക്കുന്നത് ജന്തുശാസ്ത്രം പഠിക്കുന്നതിനനുസരിച്ച് ദൈവത്തിലുള്ള വിശ്വാസം കൂടും. ബോട്ടണി പഠിച്ചാൽ സസ്യശാസ്ത്രം, അപ്പോൾ ദൈവത്തിന് വിശ്വാസം കൂടും. അപ്പോൾ അത് ബോട്ടണിയും സുവോളജിയും പഠിച്ചു. ആ ബോട്ടണിയും സുവോളജിയും ഒക്കെ പഠിച്ച് ഇറങ്ങി വരുന്ന വർഷമാണ് എന്താവുന്നത്, അദ്ദേഹത്തിന് പര്യവേക്ഷണത്തിന് വേണ്ടി, കൂടുതൽ പര്യവേക്ഷണത്തിന്, സുവോളജിക്കലും ബോട്ടണിക്കലുമായ പര്യവേക്ഷണത്തിന് വേണ്ടി കപ്പലിൽ പോകാൻ സൗകര്യം കിട്ടുന്നത്. അങ്ങനെ 5 കൊല്ലം കപ്പലിൽ പോയി, ബോഡി വീക്കായി. അങ്ങനെ 1836 ഒക്ടോബർ 2 തിരിച്ചെത്തി. പിന്നെ ആ വർഷം ലേഖനമെഴുത്തി പ്രഭാഷണങ്ങൾ, യൂറോപ്പിന്റെ ഒരു സെലിബ്രിറ്റിയായി മാറിയോ ചാൾസ് ഡാർവിൻ. വലിയ പണം സമ്പാദിക്കുന്ന പ്രഭാഷകൻ, എഴുത്തുകാരൻ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ സുവോളജിക്കൽ ആൻഡ് ബോട്ടണിക്കൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഈ ഒരു കാലയളവിൽ 1836-37 കാലയളവിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സർക്കാർ മാത്രം കൊടുക്കുന്നത് ഇന്നത്തെ 1.5 കോടിയോളം രൂപയാണ്. ഇതിനു വേണ്ടി ഇടയിൽ നിന്നും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പ്രൊഫസർ ഗുരുനാഥൻ ജോൺ സ്റ്റീവൻ ഹാൻസ്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1861 ഹാൻസ്ലോവിന്റെ മരണം. ബോഡി വീക്കായി. ഒക്ടോബർ എന്താ പറയാ 1836 ഒക്ടോബർ 2 ബ്രിട്ടനിൽ തിരിച്ചെത്തിയ ഡാർവിൻ 1 വർഷത്തെ അശ്രാന്ത പരിശ്രമങ്ങൾക്ക് ശേഷം 1837 സെപ്റ്റംബർ 20 പുലർച്ചെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. അപ്പോൾ അത്ര വലിയ സെലിബ്രിറ്റി അല്ലേ, എത്ര വലിയ ശാസ്ത്ര സാമൂഹിക രംഗത്തൊക്കെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശ്വഗ്രന്മാർ നെട്ടോട്ടമോടി. അവസാനം അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ വിധി എഴുതി. അദ്ദേഹത്തിൻ്റെ കപ്പൽ ജീവിത കാലഘട്ടത്തിൽ ഈ കപ്പലിൽ പോയ കാലത്ത് തന്നെ ഛർദ്ദിച്ച് ബോധനരഹിതനായി വീഴുന്ന അനവധി അനുഭവങ്ങൾ പിന്നെ HMS ബീഗിളിൽ ഉള്ള കാലത്ത് തന്നെ ഡാർവിന് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അശ്രാന്ത വിശ്രമമില്ലാത്തപ്പം വേണ്ടത് അദ്ദേഹത്തിന് വിശ്രമമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ വിധി എഴുതി. അപ്പോഴത്തിന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഓടിയെത്തി. അമ്മാവനെ അറിയാലോ, നേരത്തെ ഞാൻ അമ്മാവനെ പറഞ്ഞിട്ടുണ്ട്. അമ്മാവൻ ജോഷിയ വെഡ്ജ്വുഡ് ബ്രിട്ടീഷ് പാർലമെന്റ് MP ആണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവന് ഓടി വന്നു. കാരണം അമ്മാവനെ സംബന്ധിച്ചിടത്തോളം അമ്മാവൻ്റെ അഭിമാനമാണ് ആര്, ചാൾസ് ഡാർവിൻ. അതുകൊണ്ട് തൽക്കാലം എല്ലാ പരിപാടികളും കട്ട് ചെയ്ത് പ്രബന്ധം, എഴുത്തും ലേഖനങ്ങളും പ്രഭാഷണങ്ങളൊക്കെ നിർത്തിയിട്ട് മാസങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി അന്ന് എന്താ പറയുക, ജോഷിയ വെഡ്ജ്വുഡ് അക്കാലത്ത് ബ്രിട്ടൻ്റെ ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. മേയർ ഹാൾ എന്നാണ് ബംഗ്ലാവിൻ്റെ പേര്. ആ ബംഗ്ലാവിലേക്ക് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് വിശ്രമിക്കാൻ വേണ്ടി ചാൾസ് ഡാർവിനെ കൊണ്ടുപോയി. ഇനിയാണ് ജീവിതത്തിലെ മറ്റൊരു എഴുത്തിലുണ്ടാവുന്നത്. ജോഷിയ വെഡ്ജ്വുഡ് അദ്ദേഹത്തിൻ്റെ മേയർ ഹാൾ എന്ന വലിയ ബംഗ്ലാവ്, മേയർ ഹാൾ വലിയ ബംഗ്ലാവാണ് ഇത്. മേയർ ഹാളിൻ്റെ ഇപ്പോഴത്തെ ചിത്രമാണ് ഈ കാണുന്നത്. ഈ പുസ്തകത്തിൻ്റെ 156-ാമത്തെ പേജിൽ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചാൾസ് ഡാർവിൻ്റെ പ്രാർത്ഥന എന്ന പുസ്തകത്തിൻ്റെ 156-ാമത്തെ പേജിൽ ആ ഫോട്ടോ ഉണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ രൂപമാണിത്. കൊണ്ടുപോയി എല്ലാ പരിപാടിയും നിർത്തി, ആശ്രാന്ത പഠനങ്ങൾ എല്ലാം നിർത്തി, ഗവേഷണ പഠനങ്ങൾ എല്ലാം നിർത്തി, എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്ത് തൻ്റെ മകനെ, തൻ്റെ പെങ്ങളുടെ മകനെ സ്ഥിരമായ എന്താ പറയുക വിശ്രമത്തിന് വേണ്ടി 1837 സെപ്റ്റംബർ 20 തൻ്റെ പെങ്ങളുടെ മകനെ
ജോഷിയ തൻ്റെ കൊട്ടാരത്തിലേക്ക്, ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. വലിയ പ്രഭുക്കളാണ് അവർ. പിന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനം വളരെ. 1843 ഇദ്ദേഹത്തിൻ്റെ മരണം എന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ അതെ, കറക്റ്റ്. ജോഷിയുടെ മരണം 43. ഇത് 37 സംഭവം കൊണ്ടുപോയി. പിന്നെ വിശ്രമ ജീവിതം നയിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് ജോഷിയ ബെൻ ജോർജിൻ്റെ ഇളയ മകളായ എമ്മ എന്ന പെൺകുട്ടിയെ ഡാർവിൻ പരിചയപ്പെടുന്നത്. അതായത് അമ്മാവൻ്റെ മകൾ. നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ മുറപ്പെണ്ണെന്ന് പറയും ഈ പെൺകുട്ടിയാണ് പിന്നീട് ഈ പെൺകുട്ടിയുടെ ജനനം 1808. ഡാർവിൻ്റെ മരണം 1809. അതായത് തന്നെക്കാൾ 1 വയസ്സ് കൂടുതലാണ് എമ്മക്ക്. പക്ഷെ എമ്മ നല്ല സുന്ദരിയായ പെണ്ണാണ്. നല്ലപോലെ പിയാനോ വായിക്കാൻ അറിയും, പിയാനോയിസ്റ്റാണ്. പിന്നെ എന്താ പറയുക, പ്രഭുക്കൾക്കുള്ള രീതികൾ, ഈ പ്രഭുക്കൾക്കൊക്കെ, യൂറോപ്യൻ പ്രഭുക്കൾക്കൊക്കെ വളരെ വലിയ ചില രീതികളുണ്ട്. ഒന്ന്, അവർക്ക് ചില സംഗീതങ്ങൾ അറിയണം, ചില പ്രത്യേക സംഗീതങ്ങൾ അവർക്ക് അറിയണം. വിരുന്നുകളിൽ പങ്കെടുക്കുന്ന ചില മര്യാദകളുണ്ട്, മര്യാദകൾ പഠിക്കണം. അതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. വിരുന്നുകളിൽ പാലിക്കേണ്ട മര്യാദകൾ, പിന്നെ ചില പ്രത്യേകമായ ചിത്രം വരക്കൽ, ചില പ്രത്യേക സംഗീതങ്ങൾ. പിന്നെ അവരിലെ നല്ലൊരു ശതമാനം പെണ്ണുങ്ങളും ഈ പ്രഭു കുടുംബങ്ങളിലെ പെൺകുട്ടികളൊക്കെ ചർച്ചിലെ പാട്ടുകാരായിരുന്നു. നല്ല ശബ്ദമുള്ള പെൺകുട്ടികൾ പാട്ടുകാരി. എമ്മ ചർച്ചിലെ പാട്ടുകാരിയാണ്. എമ്മ മരിക്കുന്നവർ വരെ ചർച്ചിൽ. അതിന് ഡാർവിന് വിരോധമില്ല. ഡാർവിൻ അങ്ങനെ ഒരു ദൈവ വിരോധിയുമല്ല. ഡാർവിൻ സത്യത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുകയാണ് ചെയ്തത്. നിരീശ്വരവാദികൾ കഴിഞ്ഞ 1.25 നൂറ്റാണ്ട് ഡാർവിനെ ഉപയോഗപ്പെടുത്തി. ഡാർവിൻ അങ്ങനെ കൃത്യമായി നിരീശ്വരവാദിയാണോ? അല്ല. ഈശ്വര വിശ്വാസി ആയിരുന്നോ? കൃത്യമായുമായിരുന്നു, ഉറപ്പ് ആയിരുന്നു. എന്ന് മാത്രമല്ല, ദൈവവിശ്വാസത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഗവേഷണങ്ങൾ നടത്തിയത്. കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എന്താണ്, ദൈവം നിഷേധിയാണെന്ന് ഉറപ്പുണ്ടോ? പറയാൻ കഴിയില്ല. ഒരു അഗ്നോസിസ്റ്റ് ആണോ? അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാ ദൈവവിശ്വാസിയാണോ? ആയേക്കാം, അല്ലാതെ പറയാൻ കഴിയില്ല. അതായത് ഈ പുസ്തകമൊക്കെ എഴുതിയിട്ട് പിന്നെ 10-40 കൊല്ലം ഡാർവിൻ ജീവിക്കുന്നുണ്ട്. എന്താണെങ്കിലും 30-ൽ ചില്ലാനം കൊല്ലം ജീവിക്കുന്നുണ്ട് ഡാർവിൻ. ആ ഒരു കാലഘട്ടത്തിനിടയിൽ ആംഗ്ലിക്കൻ ചർച്ചിന് വേണ്ടി എന്താ പറയുക, ഡാർവിൻ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ വളരെ വലുതാണ്. വളരെ വലിയ ഉപകാരം ഈ ഒരു കാലഘട്ടത്തിൽ. അതെ 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 ഡാർവിന്റെ മരണം 882. 92 ഞാൻ നേരത്തെ പറഞ്ഞു പോയി, തെറ്റാണ്. 1809 ജനിച്ചു, 1882 മരിച്ചു. ഈ പുസ്തകം എഴുതുന്നത് 1859, തൻ്റെ 50ാമത്തെ വയസ്സിൽ ആണ് ഈ പുസ്തകം എഴുതുന്നത്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതുന്നത്. പിന്നെയും ഒരു 23 വർഷക്കാലത്തിലേറെ ഡാർവിൻ ജീവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആംഗ്ലിക്കൻ സഭയ്ക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു. പ്രധാനപ്പെട്ട പുരോഹിതന്മാരെല്ലാം അവസാന കാലം വരെയും ഡാർവിന്റെ ചങ്ങാതിമാരാണ്. എന്നാ ദൈവത്തിനെതിരെ വലിയ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സത്യത്തിൽ നിരീശ്വരവാദികൾ സാഘോഷം കൊണ്ട് നടന്ന ചാൾസ് ഡാർവിൻ കൃത്യമായി ഒരു നിരീശ്വരവാദിയാണെന്ന് പറയാൻ ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നിൽ, ചരിത്രത്തിന്റെ മുന്നിൽ യാതൊരു തെളിവുമില്ല, ന്യായവുമില്ല. പിന്നെ എന്താ പറയുന്നത്? ഏത് കാലഘട്ടത്തിലും നിരീശ്വരവാദികൾക്ക് ചില ന്യായങ്ങൾ ഉണ്ടാവും. അത് ദൈവശാസ്ത്രത്തിൽ ന്യായമോ അല്ല. ഇപ്പൊ ഇന്നത്തെ നിരീശ്വരവാദികളും പറയുന്ന ന്യായം എന്താ? മദ്രസയിലെ തിക്താനുഭവം എന്നെ ദൈവനിഷേധിയാക്കി. എത്ര വിട്ടിത്തരാണ് ഈ പറഞ്ഞ കാര്യം. ഗൾഫിലുള്ള തിക്താനുഭവങ്ങൾ കാരണം ഞാൻ ബാപ്പയെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴല്ലേ ഇത്? അതൊക്കെ രണ്ടിൽ എന്ത് ബന്ധമുള്ളത്? പണ്ഡിതന്മാരുടെ ചില മോശപ്പെട്ട പെരുമാറ്റങ്ങൾ കാരണം ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആധുനിക നിരീശ്വരവാദികളെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും. ദൈവമില്ല എന്നതിന് ഒരു യുക്തിയും ഓരോ മുന്നിലില്ല. എന്തുകൊണ്ട്? ദൈവം ഉണ്ട് എന്നതിനും യുക്തി പോരാ, ദൈവം ഇല്ല എന്നതിനും യുക്തി പോരാ. ഒരു യുക്തി കൊണ്ട് അളക്കാവുന്നതല്ല ദൈവം. അങ്ങനെ അളക്കാവുന്ന ഒരു സാധനമല്ല ദൈവം.
ഒരു മീറ്റർ വെച്ച് അളക്കാവുന്ന ഒരു സാധനമാണോ വെള്ളം? അല്ല. വെള്ളത്തെ നമ്മൾ അളക്കുന്നത് എവിടെ? വെള്ളം വെച്ച പാത്രത്തെ അളന്നിട്ടാണ് വെള്ളത്തെ അളക്കുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ അളക്കാനുള്ള വഴി വേറെയാണ് എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ അങ്ങനെ സാധാരണ യുക്തിക്ക് അതിൻ്റെതായ ഒരു അളവുകളുണ്ട്. യുക്തിയുടെ അളവുകൾ കൊണ്ട് അളക്കാവുന്ന ഒന്നല്ല ദൈവം. അതുകൊണ്ട് എന്താ പറയാ, ആധുനിക നിരീശ്വരവാദികൾക്കും അവരുടെ തിക്താനുഭവങ്ങളാണ് ദൈവത്തെ നിഷേധിക്കാനുള്ള ന്യായമെങ്കിൽ അങ്ങനത്തെ ഒരു ന്യായമാണ് സത്യത്തിൽ ചാൾസ് ഡാർവിനും ഉണ്ടായത്. എന്നാൽ അദ്ദേഹം പൂർണ്ണമായി ദൈവത്തെ നിരാകരിച്ചിട്ടും ഇല്ല. ചാൾസ് ഡാർവിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മറ്റൊരു സംഭവമാണ് 1837 മേയർ ഹാളിൽ ചെന്നപ്പോൾ, മേയർ ഹാളിൽ അദ്ദേഹം വിശ്രമ ജീവിതത്തിന് വരുന്ന സന്ദർഭത്തിൽ അത് വലിയ പിയാനോയിസ്റ്റായ നല്ല സംഗീതജ്ഞയാണ്, നല്ല ചിത്രം വരക്കും, നല്ല കാലയുണ്ട്, നല്ല പോലെ സംസാരിക്കും, സൗന്ദര്യമുള്ള തന്നെക്കാൾ 1 വയസ്സ് കൂടുതൽ കൂടിയുള്ള തൻ്റെ അമ്മാവൻ്റെ മകളെ ചാൾസ് ഡാർവിൻ ഈ വിശ്രമ കാലഘട്ടത്തിൽ കണ്ടുമുട്ടി. പിന്നെ അവർക്ക് പരസ്പരം ഇഷ്ടമായി. പിന്നെ അവർ വിവാഹിതരാകാൻ വേണ്ടിയുള്ള എന്താ പറയുക, വിവാഹിതരാകാൻ തീരുമാനിച്ചു. കുടുംബം അതിനൊത്താശയും ചെയ്തു. കുടുംബം അതിന് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തു. എടി 1839 ജനുവരിയിലാണ് ഡാർവിന്റെ വിവാഹം. 1839 ജനുവരിയിൽ. ആ ബംഗ്ലാവിൽ ഡാർവിൻ ചെല്ലുന്നത് 1837 സെപ്റ്റംബർ പുലർച്ചെ ഉള്ള ആ ഹാർട്ട് അറ്റാക്കുമായി 37 സെപ്റ്റംബറിലാണ് ആ ബംഗ്ലാവിൽ ഡാർവിൻ വരുന്നത്. ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത് 839 ജനുവരി, അതായത് 1 വർഷവും ചില്ലറ മാസങ്ങൾ കഴിഞ്ഞ് വിവാഹിതരാവുകയാണ്. കുടുംബത്തിൻ്റെ ഒത്താശയോടുകൂടി നല്ല കുടുംബമൊക്കെ സഹകരിച്ച് എന്തുകൊണ്ട് പൊളിറ്റിക്കലായി ഈ കുട്ടിയുടെ അച്ഛനെ ജോഷിയ ബെർജൂജിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രഭുക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാം, രാജകുടുംബത്തിലെ ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കാം ഈ പെൺകുട്ടിയെ. കാരണം ഒന്ന്, ഈ പെൺകുട്ടി സുന്ദരിയാണ്, പിന്നെ രാജാവിനും പ്രഭുക്കൾക്കൊക്കെ വേണ്ട എല്ലാവിധ മര്യാദകളൊക്കെ അറിയുന്നതാണ്, വലിയ കഴിവുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഏതെങ്കിലും രാജകുമാരന്മാർ ഈ കുട്ടി വിവാഹം കഴിക്കും എന്നൊക്കെ കുടുംബം വിചാരിച്ചിരുന്നു. പിന്നെന്തിനാണ് അനാരോഗ്യമുള്ള ചാൾസ് ഡാർവിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള കാരണം? അന്ന് അക്കാലത്ത് യൂറോപ്പിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് ആര്? ചാൾസ് ഡാർവിൻ. മാത്രമല്ല മരണപ്പെട്ടു പോയ തന്റെ സഹോദരിയുടെ മകനാണ്. ജോഷിയ ബെർജൂജിന്റെ പെങ്ങളായിരുന്നു ഡാർവിന്റെ അമ്മ. അപ്പൊ ആ നിലക്കെല്ലാം അമ്മയോടുള്ള ഒരു ഉത്തരവാദിത്വം. മാത്രമല്ല ആരും കൊതിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ചാൾസ് ഡാർവിൻ ഗവേഷണ രംഗത്ത്. ഏതായാലും ഇത് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എമ്മ ഡാർവിനെ മേയർ ഹാളിലേക്ക് കണ്ടുമുട്ടുന്നതോടുകൂടി ഡാർവിന്റെ ജീവിതം തന്നെ മാറി. അതുവരെ സ്വന്തം ജീവിതത്തെ പറ്റിയോ ഒരു വേള ആരോഗ്യത്തെ പറ്റിയോ പോലും ചിന്തിക്കാത്ത ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. ഇതൊക്കെ ഈ ഗവേഷണങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് നടത്തിയത്? ഡാർവിൻ നടത്തിയ ഗവേഷണങ്ങളെല്ലാം ദൈവശാസ്ത്രത്തിന് കൂടുതൽ സംഭാവനകൾ അർപ്പിക്കുക എന്ന നിലക്കാണ്. ആ നിലക്കാണ് തൻ്റെ പ്രൊഫസർമാർ ഉപദേശിച്ചത്. തൻ്റെ കുടുംബത്തിൽ ഇഷ്ടംപോലെ പുരോഹിതന്മാരുണ്ട്. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട താങ്ങ് തന്നെ തൻ്റെ അച്ഛൻ കുടുംബവും അമ്മ കുടുംബവും ഒക്കെയാണ്. അവർ വലിയ ദൈവവിശ്വാസികളും വിശ്വാസിനികളുമാണ്. സുവോളജി പഠിക്കാൻ തന്നെ കാരണം, ബോട്ടണിയും സുവോളജിയും പഠിക്കാൻ കാരണം ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. അതുവരെയും ദൈവവിശ്വാസിയാണ്. തന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആംഗ്ലിക്കൻ ചർച്ചിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടീഷ് സർക്കാരാണ്. ബ്രിട്ടീഷ് സർക്കാർ എക്കാലത്തും ആംഗ്ലിക്കൻ ചർച്ചിനോട് ഒട്ടിച്ചേർന്നതാണ്. മാർട്ടിൻ ലൂതറിനോട് കൂടെ യൂറോപ്പിൽ രൂപപ്പെട്ടു വരുന്ന, പ്രത്യേകിച്ച് ജർമ്മനിയിൽ രൂപപ്പെട്ടു വരുന്ന എന്താ പറയുക പ്രൊട്ടസ്റ്റന്റിസത്തിന് ഒരു പ്രത്യേക വകഭേദം വന്നതാണ് ബ്രിട്ടനിൽ വരുന്ന ആംഗ്ലിക്കൻ ചർച്ച്. ആ ആംഗ്ലിക്കൻ ചർച്ചിനോട് വളരെ ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന കുടുംബമാണ് അച്ഛൻ കുടുംബവും അമ്മ കുടുംബവും ചാൾസ് ഡാർവിന്റെ. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ചാൾസ് ഡാർവിന്റെ ജീവിതത്തെ ഗവേഷണം വിദ്യാർത്ഥികൾ പഠിക്കാതെ കേവലം അയുക്തിപരമായ യുക്തി കൊണ്ട്, അതായത് ദൈവത്തെ യുക്തി കൊണ്ട് അളക്കുക എന്നത് അയുക്തിപരമായ ഒരു കാര്യമാണ്. അത് യുക്തിയല്ല, അത് അയുക്തികമാണ്. ദൈവം യുക്തിക്ക് യോജിക്കൂല. ദൈവത്തെ യുക്തി കൊണ്ട് കണ്ടെത്താനും കഴിയില്ല.
യുക്തി കൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല. ആദം മുതൽ മുഹമ്മദ് മുസ്തഫ വരെ യേശു ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ഓഫ് നസറേത്ത് എന്ന് ലോകം വിളിക്കുന്ന സാധാരണ സത്യത്തിൽ ജീസസ് ക്രൈസ്റ്റ് യുക്തി കണ്ടാണോ ദൈവത്തെ കണ്ടത്? അല്ല, അനുഭവങ്ങളാണ്. ദൈവത്തെ അനുഭവം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ അനുഭവം കൊണ്ട് ഉൾക്കൊണ്ട മനുഷ്യരുടെ സത്യസന്ധരുടെ വാക്കുകളാണ് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. ഒരിക്കലും യുക്തിയല്ല. ദൈവത്തെക്കുറിച്ചുള്ള ഏത് യുക്തിയും അയുക്തികമാണ്. അതിനൊരു അപൂർണത ഉണ്ട്. യുക്തി കൊണ്ട് ദൈവത്തെ അളക്കാനേ കഴിയില്ല. ഇപ്പോൾ ആധുനിക നിരീശ്വരവാദികളും ആധുനിക ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും രണ്ടു കൂട്ടരും ചെയ്യുന്നത് ഒരുതരം അബദ്ധമാണ്. എന്തുകൊണ്ട്? നിരീശ്വരവാദികൾ യുക്തി കൊണ്ട് അളന്ന് ദൈവത്തെ നിരാകരിക്കുമ്പോൾ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ യുക്തി കൊണ്ട് അളന്ന് ദൈവത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കണം. അതേത് യുക്തി കൊണ്ടുവന്നാലും അതിനേക്കാൾ വലിയൊരു യുക്തി കൊണ്ട് വന്ന വിരുദ്ധ പൊളിക്കാവുന്നവയുണ്ട്. ദൈവദൂതന്മാർ, സത്യസന്ധരായ ദൈവദൂതന്മാരുടെ സത്യസന്ധതയാണ് സത്യത്തിൽ ദൈവത്തെ ലോകത്ത് സ്വീകരിക്കപ്പെടാനുള്ള കാരണം. ഒന്ന്, പിന്നെ മനുഷ്യന്റെ സിസ്റ്റത്തിനും ദൈവമുണ്ട്, സിസ്റ്റത്തിൽ തന്നെ ദൈവമുണ്ട്. ഒന്ന്, പിൽക്കാലഘട്ടത്തിൽ ദൈവത്തെ പറഞ്ഞ ആളുകളുടെ മോശപ്പെട്ട അനുഭവങ്ങളെ വെച്ചിട്ട് ദൈവത്തെ യുക്തി കൊണ്ടില്ല എന്ന് സ്ഥാപിക്കുകയാണ് പിൽക്കാലഘട്ടത്തിലെ ദൈവനിഷേധികളും ചെയ്തത്. ഇത് രണ്ടും അബദ്ധമാണ്. ആംഗ്ലിക്കൻ ചർച്ച് കണ്ടതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവിശ്വാസിനിയെ പ്രേമിച്ചു ആര്? ചാൾസ് ഡാർവിൻ. മരണം വരെ എമ്മ ഡാർവിൻ എന്ന പിൽക്കാലത്ത് എമ്മ വെഡ്ജ്വുഡ് പിന്നീട് എമ്മ ഡാർവിനായി. എമ്മ ഡാർവിൻ മരിക്കുന്നത് വരെ, ഡാർവിൻ മരിച്ച് പിന്നെയും കാലങ്ങൾ കഴിഞ്ഞാണ് എമ്മ മരിക്കുന്നത്. അപ്പൊ എമ്മ ഡാർവിനെ തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടി ചാൾസ് ഡാർവിൻ. എമ്മ മരിക്കുന്നത് 1896. 1882 ഡാർവിന്റെ മരണം. ഡാർവിൻ മരിച്ച് വീണ്ടും 14 വർഷങ്ങൾ കഴിഞ്ഞാണ് എമ്മ മരിക്കുന്നത്. എമ്മ ആംഗ്ലിക്കൻ ചർച്ചിലെ പ്രധാന വിശ്വാസിനിയായിരുന്നു മരിക്കുന്നത് വരെ. അങ്ങനെയാണ് മരിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ ഇതൊന്നും പഠിക്കാതെ ഒരു ഘട്ടത്തിൽ മനുഷ്യനുണ്ടാവുന്ന ചിന്താപരമായ ഒരു വൈകല്യം, ആ ചിന്താപരമായ വൈകല്യത്തെ നേരെ നിർത്താൻ കഴിഞ്ഞാൽ എന്താ? യൂറോപ്യൻ ദൈവശാസ്ത്രത്തിന് അന്നത് കഴിയൂല, ഇന്നും കഴിയില്ല. അത് ഞാൻ കൂടുതൽ പറയാം. യൂറോപ്യൻ ദൈവശാസ്ത്രം ഏത് കാലത്തും അപൂർണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഏഷ്യയിലാണ് ഡാർവിൻ ജനിച്ചെങ്കിൽ ഇങ്ങനത്തെ ഒരു പുസ്തകം പുറത്തു വരൂല്ല. കാരണം ഏഷ്യക്കാർ ഏത് മതക്കാരാണെങ്കിലും ഏഷ്യക്കാർക്ക് ഒരു പൂർണ്ണത ഉണ്ട്. യൂറോപ്പ് അങ്ങനെയല്ല. യൂറോപ്യൻ മതങ്ങളെ കൊണ്ടുപോയി വെട്ടിയിട്ട് യൂറോപ്പിന്റെ ശൈലിയിലാക്കിയ ഒരു മതത്തെയാണ് യൂറോപ്പ് സ്വീകരിച്ചത്. അത് വലിയൊരു ചർച്ചയാണ്, ഇപ്പോൾ പറഞ്ഞാൽ തീരൂല. നമ്മളുണ്ടല്ലോ, കായലിൽ നിന്ന് മത്സ്യത്തിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ വീട്ടിൽ വെച്ച് മുട്ടിയിൽ കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്യും? മുട്ടും. നല്ല വെട്ടിയിട്ട് വാലും തലയൊക്കെ കളഞ്ഞിട്ട് പിന്നെ അകത്തുള്ളതൊക്കെ കളഞ്ഞിട്ട് പിന്നെ പാകത്തിന് പൊരിക്കാനുള്ള പാകത്തിനുള്ളൊരു മീനാണ് ചട്ടിയിലിടുക. അതുതന്നെയാണ് യൂറോപ്പിൻ്റെ മതം. യൂറോപ്പ് ഏഷ്യൻ മതം കൊണ്ടുപോയിട്ട് വാലും തലയൊക്കെ വെട്ടി, എന്നിട്ട് എല്ലാം വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പണ്ടങ്ങൾ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ അവർക്ക് പൊരിച്ച് തിന്നാൻ പാകത്തിലുള്ള ഒരു മതത്തെയാണ് യൂറോപ്പ് സ്വീകരിച്ചത്. അപ്പൊ അത് അപൂർണമല്ല. അതുകൊണ്ടാണ് ഡാർവിനെ യൂറോപ്പ് പ്രസവിച്ചത്. ഇന്ന് കുറെ ഡാർവിനിസ്റ്റുകളെ ഏഷ്യക്കാർ പ്രസവിച്ചില്ലേ? പ്രസവിച്ചു. എന്താ കാരണം? കോളനൈസേഷന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന ഡാർവിനിസ്റ്റുകൾ. കോളനൈസേഷന്റെ ഉൽപ്പന്നമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള യൂറോപ്യനൈസേഷനും യൂറോപ്യൻ എഡ്യൂക്കേഷനും. അതിന്റെ കാര്യം എന്താ? അത് ദൈവശാസ്ത്രം പഠിച്ചാലോ പൂർണ്ണമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സമന്വയ വിദ്യാഭ്യാസത്തെ അടുത്ത കാലത്ത് എതിർത്തിട്ടുള്ളത്. ഞാൻ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ നീക്കുപോക്കുകൾ മതത്തിന്റെ മുഴുവനും അടിസ്ഥാനമായ അതിന്റെ സ്പിരിറ്റിനെ തകർത്ത് കളയാൻ ഈ സമന്വയ വിദ്യാഭ്യാസം മാത്രം മതിയാവും. എന്താ? യൂറോപ്യൻ മോഡലാണ് സമന്വയ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിനെ ക്ലാസുകൾ തിരിക്കുക എന്ന സംവിധാനം പോലും യൂറോപ്യൻ രീതിയാണ്. ഏഷ്യയിൽ അങ്ങനത്തെ രീതിയല്ല. ഏഷ്യയിൽ ഗുരുവിൽ നിന്ന് പഠിക്കുക, തീരുന്നവരെ പഠിക്കുക. സിലബസ് സംവിധാനങ്ങൾ, സിലബസ് ഒക്കെ നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ റൂഹ് നഷ്ടപ്പെട്ടു. നമ്മൾ വീട്ടിൽ വളർത്തിയിട്ട് കോഴിയെ തിന്നാന്ന് പറഞ്ഞാൽ അതിന് നല്ല പണിയാണ്.
ഭയങ്കര പണിയാണ്. ഒരു 6 മാസം പിന്നെ കോഴി അടുക്കളയിൽ വന്ന് കാട്ടിക്കും, സിറ്റ് ഔട്ടിൽ വന്ന് കാട്ടിക്കും, ഇതൊക്കെ നോക്കണം, വലിയ പണിയാണ്. എന്നിട്ടാണ് ഈ കോഴിയെ തിന്നുക. ഈ കോഴിയെ തിന്നാൻ കുറച്ച് പണിയാണ്. അതേ സമയത്ത് പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കോഴിക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടില്ലാതെ 100-200 ഉറുപ്പിക കോഴിയെ തിന്നാൻ സൗകര്യമുള്ള കോഴിയാണ് കടയിലെ കോഴി. സൗകര്യം തീരെ ഇല്ലാത്ത കോഴിയാണ് വീട്ടിൽ വളർത്തുന്ന കോഴി. നമ്മൾ സൗകര്യത്തിന് പുറകെ ഓടുന്ന ജനങ്ങളാണ്. അപ്പം നമുക്കൊരു സൗകര്യമുള്ള മതം ഇപ്പം നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ മതത്തെ വീണ്ടും സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും. ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മതത്തെ സൗകര്യപ്പെടുത്തുക, പുതിയ പുതിയ സൗകര്യപ്പെടുത്തലുകൾ, അങ്ങനെ വെട്ടി 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 ഇനി മതം പൂർണ്ണമായിട്ടുണ്ട്. ഇബ്രാഹിം കലീമിൻ്റെ കൂടെ പോലെയാവും നമ്മുടെ മതങ്ങളൊക്കെ അടുത്ത കാലത്ത്. വെട്ടിക്കൊണ്ടേയിരിക്കുക, മതത്തിനെ വെട്ടിക്കൊണ്ടേയിരിക്കുക, മതത്തെ വെട്ടിക്കൊണ്ടേയിരിക്കുക, മതത്തിനെ വെട്ടി 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 വെട്ടി. ആരെ വെട്ടുന്നത്? യൂറോപ്യൻ വിദ്യാഭ്യാസം കൊണ്ടുവന്ന സൗകര്യത്തിന്റെ പിന്നിൽ അതിനെ വലിയ സംഗതിയായി എടുത്ത ചില പ്രൊഫസർമാരും അവരുടെ കൂടെയുള്ള ആളുകളും ഇപ്പോൾ ഇസ്ലാം മതത്തെ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുക. പല നാടുകളിലും പണ്ടേ ഇസ്ലാം മതത്തെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. മലബാറിൽ അതുണ്ടായിരുന്നില്ല. മലബാറിൽ ഇസ്ലാമിനെ നശിപ്പിക്കുക സമന്വയ വിദ്യാഭ്യാസമായിരിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, പിന്നീട് വിശദീകരിക്കാം. യൂറോപ്പ് വരെ അപൂർണമായി, യൂറോപ്പിലെ തിയോളജി അപൂർണമായ തിയോളജിയാണ്. അതുകൊണ്ട് യൂറോപ്പിന് ഉത്തരമില്ല, പലതിനും ഉത്തരമില്ല, പലതിനും ഉത്തരമില്ല. ഈ ഉത്തരമില്ലായ്മകൾ മനുഷ്യനെ അവിശ്വാസിയാക്കും. വലിയ വിഷയം. ഇപ്പൊ ദൈവം ക്രൂരനാണോ? ഇത്തരം ദൈവം ക്രൂരനായതുകൊണ്ടല്ലേ ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയതാ. 10,000-കണക്കിന്, എത്ര 10,000-ങ്ങളാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളടക്കം കൊലപ്പെടുത്തപ്പെട്ടത്. നിങ്ങൾ എന്ത് ക്രൂരനായ ദൈവമാണ്? ആ ദൈവത്തിന് ഇത് ഒഴിവാക്കാൻ വിധിച്ചൂടെ? അതൊരു യുക്തിയുടെ ദൈവമാണ്. ആ ദൈവമല്ല യഥാർത്ഥ ദൈവം. അമേരിക്കയിൽ കുറച്ച് കാട് കത്തിയപ്പത്തിന് ഇവിടെ കുറച്ച് ആളുകൾ വേറെയും പ്രസംഗിച്ചു. എന്ത്? ഇതാ അമേരിക്കക്ക് ശിക്ഷ കിട്ടുന്നത് കണ്ടില്ലേ? അത് അമേരിക്ക കിട്ടിയ ശിക്ഷയാണ് എന്നെങ്ങനെ നമ്മൾ പറയാം? അപ്പോൾ കഅബാലയം വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊളിഞ്ഞു പോയതോ? അപ്പോൾ നമ്മൾ എന്താ പറയാ? വെള്ളത്തിൽ മുങ്ങി കഅബ പൊളിഞ്ഞു, അത് കഅബക്ക് കിട്ടിയ രക്ഷയോ ശിക്ഷയോ? അല്ല, നമ്മൾ പറയാം കഅബാലയം തീ കത്തി, അതെന്തായിരുന്നു? വെള്ളപ്പൊക്കമുണ്ടായി, മസ്ജിദ് നബവി പൊളിഞ്ഞു വീണു. അപ്പോ അതോ? തീ പിടിച്ചിട്ട് കഅബാലയത്തിൽ തീ പിടിച്ച് കഅബാലയത്തിൽ സൂക്ഷിച്ചതെല്ലാം നശിച്ചുപോയി. അതെന്ത്? ഇപ്പോഴത്തെ പുതിയ വായന, ഇതെല്ലാം പുതിയ വായന. ഈ വായനക്ക് 2 പ്രശ്നം. ഒന്ന്, അപൂർണമായ വായന. ഒന്ന്, രണ്ടാമത്തത് അത് വർഗീയതയെ വളർത്തുകയും ചെയ്തു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയിലെ വലിയ ചർച്ച, അമേരിക്കയിലെ ശിക്ഷ കണ്ടില്ലേ? ഒരാൾ അങ്ങോട്ട് പറഞ്ഞു, അപ്പോൾ ഫലസ്തീനിലെ ശിക്ഷയോ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നിരീശ്വരവാദികൾ പോസ്റ്റ് ഇട്ടു. എന്താ നിരീശ്വരവാദികളുടെ പുതിയ പോസ്റ്റർ? 10,000-കണക്കിന് ഫലസ്തീനികളെ കൊന്നപ്പോഴും കോടാനക്കോടി നഷ്ടം അമേരിക്കക്ക് വരുത്തിയപ്പോഴും ഇതെല്ലാം ചെയ്ത് നോക്കി നിന്ന ദൈവത്തെക്കാൾ ക്രൂരൻ ഇനി മറ്റാരാണ്? പുതിയ പോസ്റ്റ്. ആരതിന് അവസരമൊരുക്കിയത്? അവസരത്തിൽ ഇന്നത്തെ തിയോളജിസ്റ്റുകൾ, അവർക്ക് ദൈവശാസ്ത്രം അറിയില്ല. ഇത് ഒരു നിലയ്ക്ക് ഇത് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ വായനകൾ സലഫി വായനകളാണ്, സുന്നി വായനകളല്ല. പക്ഷെ സുന്നികൾ ഇപ്പൊ ഈ വായനയാണ്, സലഫി വായനയാണ് ഇപ്പോഴത്തെ വായന. സലഫി വായനയുടെ അടിസ്ഥാനം എന്താ? യൂറോപ്യൻ തിയോളജിയാണ്. യൂറോപ്യൻ വായന സലഫി വായനയായി. സലഫി വായന ഇപ്പോൾ ലോകത്തെ മൊത്തം വായനയായി. ഓരോന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് ആയിപ്പോവുകയാണ്. അതായത് എന്ത്? അവരെ തീ കത്തിയാൽ അത് അവർക്കുള്ള ശിക്ഷ, ഇവിടെ വെള്ളപ്പൊക്കം വന്നാൽ അവർക്കുള്ള ശിക്ഷ. സലഫി വായനയാണ്. സലഫി വായന എവിടുന്ന സലഫികൾ പഠിച്ചത്? സലഫികൾ യൂറോപ്പിൽ നിന്ന് പഠിച്ചത്. യൂറോപ്യൻ വായനയാണ് സത്യ സലഫി വായന. ആ സലഫി വായനയാണ് ഇന്ന് മൊത്തം സുന്നി വായന. സുന്നികൾ ഫലത്തിൽ ഇല്ലാതെയായി. സുന്നി എന്ന സാധനം ഇപ്പോൾ മരുന്നിന് പോലും ലോകത്തില്ലാതെയായി.
സുന്നി സംഘടനകൾ പോലും ഫലത്തിൽ വഹാബി സംഘടനകളാണ്, ഫലത്തിൽ വഹാബി സംഘടനയാണ്. പിന്നെ അവർക്ക് നല്ല തടിച്ച കവറുകൾ കിട്ടാൻ വേണ്ടി അവർ സുന്നി ഉലമാക്കൾ എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഫലത്തിൽ സുന്നി പണ്ഡിതന്മാർ ഇപ്പോൾ ഒരു 90% അവരിൽ നിന്നിരുന്നത് സലഫി തിയോളജി, സലഫി രീതികൾ, സലഫി സംവിധാനങ്ങളോടുള്ള താതാത്മ്യപ്പെടലുകൾ, ഇതൊക്കെയാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നത്. അവരെ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അടുത്ത തലമുറയിൽ നിരീശ്വരവാദികൾക്ക് ആക്കം കൂട്ടാൻ ഈ സലഫി തിയോളജി മതിയാവും. എന്തുകൊണ്ട്? ഈ തിയോളജി യൂറോപ്യൻ തിയോളജിയെ അഡോപ്റ്റ് ചെയ്തതാണ്. യൂറോപ്യൻ തിയോളജി കൃത്യമായ പൂർണ്ണമാണ്. ഞാൻ പറഞ്ഞ വാലും തലയും വെട്ടിയ ഒരു ദൈവമാണ് അവരുടെ ദൈവം. മതം അങ്ങനെ തന്നെയാണ്. അതാണ് സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് കയറി വന്നത്. അത് സംഭവിച്ചു. ربنا باقينا അടുത്ത ക്ലാസ്സിൽ പറയും. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضلك صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.